ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാൾ മുന്നേ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പട്ടിക്കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരുന്നു, കൺമണി. അവൾക്ക് ബെഡ് കുറച്ച് പേര് സ്പോൺസർ ചെയ്തിരുന്നു. അതിലൊരു ലാസ്റ്റ് വന്ന ബെഡാണിത്. നമ്മളിത് ഓപ്പൺ ചെയ്തിരുന്നു. നിലവിൽ 3 ബെഡ് അവൾക്കുണ്ട്. അപ്പോൾ ഈ ബെഡ് ഇങ്ങനെ യൂസ് ചെയ്യാതിരുന്നപ്പോഴാണ് നമുക്ക് വേറൊരു പപ്പിയെ നമ്മൾ ഇന്നലെ റെസ്ക്യൂ ചെയ്തു. അവൾ വണ്ടി ഇടിച്ചിട്ടുണ്ട്, നടുവിന് പൊട്ടലായിട്ടാണ്, അരഭാഗം തളർന്നുപോയി. കുഞ്ഞിനെ നമ്മൾ അവളുടെ ട്രീറ്റ്മെൻറ്റ് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് പാർട്ടികളുണ്ടോ, വണ്ടി ഇടിച്ചിട്ട് പൂർണ്ണമായിട്ട് ഭാഗമെല്ലാം തളർന്നു പോയി. ഇവിടെ ഈ ഭാഗത്ത് ഒടിവ് കാണാം. അവളെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ തൊടുപുഴയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ ബെഡ് നമ്മളിവിടെ വെറുതെ ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവളുടെ ആവശ്യത്തിന് വേണ്ടി ആ ബെഡ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് കരുതുന്നു. ഇതൊരു കുഞ്ഞു ബെഡാണെന്ന് കരുതുന്നു. നിലവിലുള്ളതൊക്കെ ഉപയോഗിച്ച് പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് കരുതി നമ്മളിത് മാറ്റി വെച്ചത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇപ്പോൾ ഈ നടു ഒടിഞ്ഞ് തളർന്നു വന്നിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് കരുതുന്നു. ഇത് നമുക്ക് ഓർഡർ ചെയ്ത് തന്നിരിക്കുന്ന ചേർത്തലയിലുള്ള ശശികല എന്ന് പറയുന്നൊരു ടീച്ചറാണ് നമുക്ക് ഈ ബെഡ് ഓർഡർ ചെയ്ത് തന്നത്. ഈ കുഞ്ഞിനെ ഇന്ന് യൂത്തനൈസ് ചെയ്യാനായിട്ടുള്ള കേസാണ്. കാരണം അതിൻ്റെ നടുവിൻ്റെ നട്ടല് പൊട്ടിയത് കൊണ്ട് ഭാവിയിൽ അത് എണീറ്റ് നടക്കാനുള്ള സാധ്യത കുറവാണ്. എൻ്റെ ജീവിതം കൂടുതൽ ദുരിതമാകുമെന്ന് പറഞ്ഞ് അതിന് യൂത്തനൈസ് ചെയ്യാനുള്ള കേസാണ്. ഇത് പറഞ്ഞ പോലെ ചെറിയ ബെഡാണ് കേട്ടോ. ഇതണ്ടേ, ഞാൻ ചെറിയ ബെഡാണ്. നമ്മൾ ഈ പപ്പിക്കുട്ടിന് വേണ്ടി മാത്രമേ നമ്മൾ ഇനി ഇത് യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് യൂറിനറി പാഡ് വെച്ചാൽ കുഞ്ഞിനെ കിടത്താനായിട്ട് സാധിക്കും. അതിന് നടുവിന് പ്രശ്നമുള്ളത് കൊണ്ട് ഒരു കുഞ്ഞ് തലയുടെ പോലെ ഇങ്ങനെ പൊക്കി അതിന് ശരീരം ഉയർത്തി വെക്കാവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ ചെയ്തെടുത്തായത്. അപ്പം നാളെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് നടുവിന് നല്ല ഒടിവാണുള്ളത് ഉണ്ടോ, ഈ ഭാഗത്തിനാണ് ഒടിവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതുപോലെ ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ സഹായിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുത്തേക്കാം.